ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ? UHRT സീരീസൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ലേ? ക്ലാസ്സുകളൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളൊപ്പം തന്നെ വരുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത്തരത്തിൽ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ പുതിയ ക്ലാസ് 6th സ്റ്റാൻഡേർഡിലെ ഒരു ചാപ്റ്ററാണ്. സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ഭൂഖണ്ഡങ്ങളിലൂടെ എന്നതാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേര് ഇതാണ്, ഭൂഖണ്ഡങ്ങളിലൂടെ. നിങ്ങൾ ടെലിഗ്രാം എല്ലാവരും ജോയിൻ ചെയ്തവരാണല്ലോ അല്ലേ? ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താലേ ക്ലാസ്സുകളുടെ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നാളെ ഏത് ക്ലാസ് ആണെന്നുള്ള രീതിയിലുള്ള ടൈം ടേബിളും മറ്റു കാര്യങ്ങളും അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയിക്കുന്നതും ടെലിഗ്രാമിലൂടെയാണ് കേട്ടോ. അപ്പോൾ ടെലിഗ്രാം എല്ലാവരും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക, ജോയിൻ ചെയ്തവർ അപ്ഡേറ്റഡ് ആയിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ വരുന്നത്, അതുപോലെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എല്ലാം നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് ജോഗ്രഫി സെഷൻ തന്നെയായിരുന്നു വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് തന്നെ വിവിധ ഭൂഖണ്ഡങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ഭൂഖണ്ഡങ്ങൾ, അവയുടെ സവിശേഷതകളൊക്കെ നമ്മൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓരോ പോർഷൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ ഓരോ ഭൂഖണ്ഡത്തിൻ്റെയും ഭൂപ്രകൃതി സവിശേഷതകൾ, കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ എന്നിവയൊക്കെ തിരിച്ചറിയുന്നതിനും അതുപോലെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ജനജീവിതവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ധാരണയൊക്കെ നേടുന്നതിനുമായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ സഹായിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഭൂഖണ്ഡങ്ങളെ കുറിച്ച് പഠിക്കും. അടുത്തൊരു ചാപ്റ്ററിൽ നമ്മൾ സമുദ്രങ്ങളെ കുറിച്ചായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അതോടെ നമുക്ക് അതിനെക്കുറിച്ചൊരു അവലോകനം ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമുക്ക് ഓരോ ഭൂഖണ്ഡത്തെ കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്കിതാ ഇവിടെ ഒരു പോർഷൻ തന്നിട്ടുണ്ട്. പായ്ക്കപ്പലിൽ ലോകം ചുറ്റി വന്ന മലയാളിയായ അഭിലാഷ് ടോമിയുടെ ഒരു കുറിപ്പാണ്, ഒരു യാത്രാ അനുഭവമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ചരിത്രത്തിലേക്ക് പായ്ക്കപ്പൽ ഓടിച്ച പോർച്ചുഗീസുകാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നങ്കൂരമിട്ട ഗോവൻ തീരങ്ങളിലെ മീൻപിടുത്തക്കാരുടെ ഇഷ്ടദേവതയുടെ പേരാണ് മാതേയി എന്നത്. ഞങ്ങൾ ഒന്നിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് പസഫിക്കും അറ്റ്ലാന്റിക്കും കടന്ന് ചരിത്രം തിരയടിക്കുന്ന മുനമ്പുകൾ പിന്നിട്ട് കാറ്റിനും തിരമാലകൾക്കുമിടയിലൂടെ ഒരിക്കലും പരസ്പരം ഒറ്റയ്ക്കാണെന്ന് തോന്നിപ്പിക്കാതെ കടലും കാലവും ലോകവും ചുറ്റി വന്നു. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ കമാൻഡർ അഭിലാഷ് ടോമി. എത്ര മനോഹരമായിട്ടുള്ളൊരു കുറിപ്പാണല്ലേ. മാതേയി അദ്ദേഹത്തിന്റെ പായ്ക്കപ്പലിന്റെ പേരാണ് കേട്ടോ. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരകളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി നമ്മോട് പങ്കുവെക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയുടെ മാതേയി എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റിവന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് ഇദ്ദേഹം. സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനതു സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പര ബന്ധിതമാണു എന്നും ഇദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. കമാൻഡർ അഭിലാഷ് ടോമി ലോകം ചുറ്റി വന്നതുപോലെ ഭൂഖണ്ഡങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. സമുദ്രങ്ങളെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത്, പരസ്പര ബന്ധിതമായിട്ടുള്ള കടലുകളാണ് നമുക്കിവിടെ ഉള്ളത്. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായിട്ടുള്ള കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ എന്നത്. ഭൂഖണ്ഡങ്ങൾ മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ്. ഓരോ ഭൂഖണ്ഡത്തിനും തനതായിട്ടുള്ള ഭൂമിശാസ്ത്ര സവിശേഷതകളുമുണ്ട്. ഓരോ ഭൂഖണ്ഡങ്ങൾ എന്താണ്? സമുദ്രങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ. അവയിലെ ഓരോ ഭൂഖണ്ഡങ്ങളും, മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. ഇവയിൽ ഓരോ ഭൂഖണ്ഡത്തിനും അതിൻ്റെതായിട്ടുള്ള ഭൂമിശാസ്ത്ര സവിശേഷതകളും ഉണ്ട്. അവയാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഭൂഖണ്ഡങ്ങളുടെ പേര് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് മാപ്പ് നോക്കി എളുപ്പത്തിൽ തന്നെ ഇത് പറയാനായിട്ട് സാധിക്കുമെന്ന് കരുതുന്നു. ഒന്ന് പറഞ്ഞു നോക്കൂ കേട്ടോ. ഞാൻ ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട്, ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് നമ്മുടെ രാജ്യം ഉൾക്കൊള്ളുന്ന ഏഷ്യ. ഏഷ്യ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ്. അതിനുശേഷം വരുന്നത്, നമ്മൾ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, രണ്ടാമത് ഈ ഒരു ഭാഗം വരുന്ന ആഫ്രിക്കയാണ്, ആഫ്രിക്ക. അതിനുശേഷം നമുക്ക് പറയാവുന്നത് വടക്കേ അമേരിക്കയാണ്. ഇതാണ് വടക്കേ അമേരിക്ക, വടക്കേ അമേരിക്കയാണ്. തുടർച്ചയായിട്ട് വരുന്നത് തെക്കേ അമേരിക്കയാണ്. അതിനുശേഷം വടക്കേ അമേരിക്കയ്ക്ക് ശേഷം വരുന്നത് തെക്കേ അമേരിക്കയാണ്.
പിന്നീട് ഈ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. ഓക്കെ, അതിനുശേഷമാണ് ഈ ഒരു ഭാഗം യൂറോപ്പ് ഉൾക്കൊള്ളുന്നത്. യൂറോപ്പാണ് യൂറോപ്പ്. പിന്നീട് ഈ ഒരു ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. അപ്പോൾ ഏതൊക്കെയാണ് ഭൂഖണ്ഡങ്ങൾ? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഈ ഭൂഖണ്ഡങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി പഠിക്കാവുന്നതാണ്. വലിപ്പത്തിൽ ഒന്നാമൻ ഏതാണ്? ഇതിൽ വലിപ്പത്തിൽ ഒന്നാമൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ്. ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏതാണ്ട് 1/3 ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്. നമ്മുടെ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ഏഷ്യ എന്ന ഭൂഖണ്ഡം ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏതാണ്ട് 1/3 ഭാഗത്ത് ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഇനി അതിരുകൾ നോക്കാം. ഈ ഒരു മാപ്പ് നിരീക്ഷിച്ചിട്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ അതിരുകൾ കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഏഷ്യ എവിടെയുള്ളത്? ഇതാ ഈ ഒരു പിങ്ക് നിറത്തിൽ കൊടുത്തിട്ടുള്ളതാണ് ഏഷ്യ. ഏഷ്യയുടെ കിഴക്ക് എന്താണ്? ഇതാണ് ഏഷ്യയുടെ കിഴക്ക് വരുന്നത്. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇനി നോക്കാം ഏഷ്യയുടെ കിഴക്ക് എന്താണ്? ഏഷ്യയുടെ കിഴക്ക് ഇതാ ഇവിടെ തന്നിട്ടുള്ളത് പോലെ പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം. പടിഞ്ഞാറ് വരുന്നത് എന്താണ്? യൂറോപ്പാണ് ഏഷ്യയുടെ പടിഞ്ഞാറ് വരുന്നത്. വടക്ക് ഭാഗത്ത് എന്താ വരുന്നത്? വടക്ക് ഭാഗത്ത് നമുക്ക് ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആർട്ടിക് സമുദ്രമാണ് വടക്ക് ഭാഗത്ത് വരുന്നത്. ആർട്ടിക് സമുദ്രം. ഇനി സൗത്ത് ഭാഗത്ത് അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ സമുദ്രമാണ്. അപ്പൊ ഏഷ്യയുടെ കിഴക്ക് പസഫിക് സമുദ്രം, പടിഞ്ഞാറ് യൂറോപ്പ്, വടക്ക് ആർട്ടിക് സമുദ്രമാണ്, തെക്ക് ഭാഗത്ത് വരുന്നത് ഇന്ത്യൻ ഓഷ്യൻ. ഏഷ്യയുടെ ഏത് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്? നമ്മളിപ്പോ കണ്ടു ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കര അതിർത്തി. മറ്റു 3 സമുദ്രങ്ങളല്ലേ? അതെ. അപ്പൊ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് കര അതിർത്തി ഉള്ളത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് യുറാൽ പർവ്വതനിരയുള്ളത്. യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത്. ഇതാണ് യുറാൽ പർവ്വതനിരകളുടെ ഒരു പിക്ചർ. ഈ ഒരു യുറാൽ പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യൂറോപ്പിലെയും അതുപോലെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെയും സാംസ്കാരികമായിട്ടുള്ള വ്യത്യാസം, സാംസ്കാരിക അന്തരമാണ് ഇത് രണ്ടിനെയും 2 ഭൂഖണ്ഡങ്ങളാക്കി കണക്കാക്കുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ 2 ഭൂഖണ്ഡങ്ങളെയും ഒരുമിച്ച് യുറേഷ്യ എന്ന് വിളിച്ചിരുന്നു. എന്നാൽ ഏഷ്യയും യൂറോപ്പും തുടർച്ചയായിട്ട് ഒരു ഭൂഖണ്ഡമാണെങ്കിൽ പോലും സാംസ്കാരികവും അതുപോലെ ചരിത്രപരവുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവയെ അടിസ്ഥാനമാക്കിയാണ് ഇവയെ 2 ഭൂഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുള്ളത്. അപ്പൊ അവയെ വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിര. ഇനി ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷതകൾ നമുക്ക് പരിചയപ്പെടാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഏഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലാണ്. ഇത് കൂടാതെ ഹിമാലയം, ഹിന്ദുക്കുഷ്, പശ്ചിമഘട്ടം, പൂർവഘട്ടം ഇതെല്ലാം ഏഷ്യയിലെ പ്രധാനപ്പെട്ട പർവ്വതങ്ങളാണ്. ഇവയിൽ മിക്കതിൻ്റെയും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ എവിടെയാണ് സ്ഥാനം എന്നുള്ളത് നമ്മൾ പല ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്ത സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ അറിയാവുന്നവയായിരിക്കും, കോമൺ ആയിട്ടുള്ളവയാണല്ലോ. അപ്പോൾ അത്തരത്തിൽ അവയുടെ സ്ഥാനങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ, സമതലങ്ങൾ, പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളായിട്ട് പറയാവുന്നവയാണ്. മരുഭൂമികളുണ്ട്, സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്. ഇവയെല്ലാം ഏഷ്യൻ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നു. ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു. യാങ്സി ആണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏത് എന്ന് ചോദിച്ചാൽ യാങ്സി ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പൊ ഇവിടെ പറഞ്ഞു നമുക്ക് മരുഭൂമികളുണ്ട്, സമതലങ്ങളുണ്ട്, പീഠഭൂമികളുണ്ട്. അപ്പൊ മരുഭൂമികളെ കുറിച്ച് പറയാം. ശീതമരുഭൂമി, ഉഷ്ണമരുഭൂമി എന്നിങ്ങനെ 2 തരത്തിലാണുള്ളത്. വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ. വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ എന്ന് അറിയപ്പെടുന്നത്.
ഇവയിൽ അത്യുഷ്ണം അനുഭവപ്പെടുന്നവ ഉഷ്ണ മരുഭൂമികൾ എന്നും അതിശൈത്യം അനുഭവപ്പെടുന്നവ ശീത മരുഭൂമികൾ എന്നുമാണ് അറിയപ്പെടുന്നത്. ശീത മരുഭൂമിയിൽ അതിശൈത്യം അനുഭവപ്പെടുമ്പോൾ ഉഷ്ണ മരുഭൂമിയിൽ അത്യുഷ്ണമായിരിക്കും അനുഭവപ്പെടുന്നത്. എന്തായാലും വരണ്ട വിശാലമായ ഭൂപ്രദേശമാണ്, വളരെ കുറച്ചു മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുമാണ് മരുഭൂമികൾ. ഇനി സമതലങ്ങളിലേക്ക് വരുമ്പോൾ ഏറെക്കുറെ നിരപ്പായിട്ടുള്ളതായിട്ടുള്ള പ്രദേശങ്ങളായിരിക്കും. വിശാലമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെടുന്നു എന്നും സമതല രൂപീകരണം ഉണ്ടാകുന്നു എന്നും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ. ഇവ പൊതുവെ ഫലഭൂഷ്ടങ്ങളായിട്ടുള്ളതാണ്. ഇതാണ് സമതലങ്ങൾ ഏറെക്കുറെ നിരപ്പായ വിശാലമായ ഭൂപ്രദേശമാണ് സമതലങ്ങൾ. ഇനി പീഠഭൂമികൾ എന്താണ് പീഠഭൂമികൾ അല്ലെങ്കിൽ പ്ലേറ്റ്യൂസ്? ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അല്പം ഉയർന്നതും താരതമ്യേന നിരപ്പായതുമായിട്ടുള്ള ഉപരിതലത്തോടു കൂടിയുള്ള വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയരമുണ്ടാവും, താരതമ്യേന പരന്നതായിട്ടുള്ള ഉപരിതലവുമായിരിക്കും പീഠഭൂമികളുടേത്. ഓക്കെ, അപ്പൊ അതാണ് പീഠഭൂമികൾ. ഇനി ഇത് മാപ്പിലേക്ക് നോക്കുമ്പോൾ ഏഷ്യയിലെ ചില ഭൂപ്രകൃതി സവിശേഷതകളാണ് ഇതാ ഇവിടെ തന്നിട്ടുള്ളത്. ഇവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത് ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, യാങ്സി താഴ്വരയായിട്ട് തന്നിട്ടുണ്ട്. യാങ്സി നദി യാങ്സി താഴ്വരയാണ്. അതുപോലെ ഡെക്കാൻ, എന്താണ് ഡെക്കാൻ? പീഠഭൂമിയാണ്. ലഡാക്ക് ശീത മരുഭൂമിയാണ്. അപ്പോൾ ഹിമാലയം എന്താണ്? ഹിമാലയം പ്രധാനപ്പെട്ട ഒരു പർവ്വത നിരയാണ്. മഞ്ചൂരിയൻ എന്താണ്? മഞ്ചൂരിയൻ ഒരു സമതലമാണ് കേട്ടോ. സമതലമാണ് മഞ്ചൂരിയൻ എന്നത്, സമതലം. ധാറിലേക്ക് വരുമ്പോൾ ധാർ ഉഷ്ണ മരുഭൂമിയാണ്. മരുഭൂമി പ്രദേശമാണ് ധാർ എന്നത്. മരുഭൂമിയാണ്. ഓക്കെ, അപ്പോൾ ഹിമാലയം പർവ്വത മേഖലയാണ്, മഞ്ചൂരിയൻ സമതലമാണ്, ധാർ മരുഭൂമി ഉഷ്ണ മരുഭൂമിയാണ്, ലഡാക്ക് ശീത മരുഭൂമി, യാങ്സി താഴ്വര, ഡെക്കാൻ പീഠഭൂമി. അപ്പൊ ഏതാണ്ട് നമുക്കൊരു ഭൂപ്രകൃതി സവിശേഷത മനസ്സിലായി. ഇനി കാലാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും വൈവിധ്യമാർന്നത് തന്നെയാണ്. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നു. ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവ പ്രദേശത്തോടു കൂടി ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ തണുപ്പ് കൂടുതലായിരിക്കും. സമുദ്രങ്ങളുടെ സ്വാധീനം കൊണ്ട് കിഴക്ക് ഭാഗത്ത് ചൂടും തണുപ്പും ഒരേപോലെ മിതമായ അളവിലായിരിക്കും അനുഭവപ്പെടുന്നത്. ഭൂമധ്യരേഖാ പ്രദേശമായതുകൊണ്ട് തന്നെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള ഒരു കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂമധ്യരേഖാ പ്രദേശമായതിനാൽ തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലുള്ള ഒരു ഭാഗമാണ് ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് എന്താണ്? സമുദ്രത്തിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ മിതമായിട്ടുള്ള ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയുമാണുള്ളത്, ഭൂമധ്യരേഖാ പ്രദേശം ആയതുകൊണ്ട് തന്നെ. അതുപോലെ വടക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ധ്രുവപ്രദേശത്തോട് ചേർന്നതുകൊണ്ട് തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലായിരിക്കും, മരുപ്രദേശമാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇതാ ഈ ഒരു ഇല്ലസ്ട്രേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏഷ്യ ഈസ്റ്റ് ഭാഗത്തായിട്ട് മൗസിൻഡ്രം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണിത്. പടിഞ്ഞാറൻ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അറേബ്യൻ മരുഭൂമിയാണ്, അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ ഭാഗത്ത്. നോർത്തിലേക്ക് വരുമ്പോൾ സൈബീരിയ, അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശമായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. കാലാവസ്ഥ കണ്ടു. ഇനി സസ്യജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നു. ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്.
റഫ്ലേഷ്യ ഇനം കാണുന്നുണ്ട്. നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട ഇവയെല്ലാം തന്നെ ഏഷ്യയിലെ വിവിധ തരത്തിലുള്ള സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. റഫ്ലേഷ്യ, നീലക്കുറിഞ്ഞി, ഹിമപ്പുലി, ചുവന്ന പാണ്ട ഇവയെല്ലാം ഏഷ്യയിൽ സാധ്യമായി കാണാവുന്നതാണ്. ജനജീവിതം. ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ഏഷ്യയാണ്. ലോക ജനസംഖ്യയുടെ 60%-ലധികവും ഏഷ്യയിലാണ് ഉള്ളത്. ലോകത്തിൽ മൊത്തത്തിൽ 60%-ലധികവും ഏഷ്യയിലാണ് ജനജീവിതം ഉള്ളത്. ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. 60%-ലധികം ജനങ്ങളുമുള്ള ഏഷ്യയിലെ ജനങ്ങൾ ഭൂരിഭാഗവും ആശ്രയിക്കുന്നത് കാർഷിക മേഖലയെയാണ്. ലോകത്ത് ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ്. ലോകത്ത് ഏറ്റവും അധികമുള്ള നെല്ല് ഉൽപാദനം ഏഷ്യയിലാണ്. വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമ ഭൂമി കൂടിയാണ് ഏഷ്യ അല്ലെങ്കിൽ ഇവിടം. വിവിധ സംസ്കാരങ്ങളുടെ ഭാഷകളുടെയും മതങ്ങളുടെയൊക്കെ സംഗമ ഭൂമിയാണ് ഇവിടം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡമാണ്. അവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയാണ്. ടോക്കിയോ, മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട്. അത്തരത്തിലും വൈവിധ്യമാർന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഏഷ്യ എന്ന് പറയുന്നത്. തിരക്കേറിയ നഗരങ്ങളായിട്ടുള്ള ടോക്കിയോ, മുംബൈ എന്നിവയും ഏഷ്യയുടെ ഭാഗമാണ്. വളരെയധികം ജനവാസം കുറഞ്ഞ പ്രദേശങ്ങളും ഗ്രാമങ്ങളും നമ്മുടെ ഏഷ്യയിൽ കാണാനായി സാധിക്കും. അടുത്തത് സാവന്നയും സഹാറയും കോങ്കോ തടവും കടന്ന് എന്നൊരു ഭാഗമാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഭൂമധ്യരേഖ നമുക്കറിയാം, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തിനാണ് ഇവ ഇവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഭൂഖണ്ഡം ഇവ മൂന്നും കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ്. ഏതാണ്? ആഫ്രിക്കയാണ് കേട്ടോ. ആഫ്രിക്ക. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. വിശാലമായ സാവന്ന പുൽമേടുകൾ മുതൽ ഇടതൂർന്ന മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് ഉള്ളത്. നമുക്ക് നേരത്തെ തന്നിട്ടുള്ള ഒരു മാപ്പ് നോക്കിയിട്ട് ആഫ്രിക്കയുടെ സ്വാഭാവിക അതിരുകൾ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു മാപ്പ് പ്രകാരം ഇവിടെയാണ് ആഫ്രിക്ക വരുന്നത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ്, കിഴക്ക്, തെക്ക്, വടക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് വരുന്നത്? ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്തായി നമുക്കിവിടെ മെഡിറ്ററേനിയൻ കടലാണ് കേട്ടോ. ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്തുള്ള സ്വാഭാവിക അതിർത്തി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടലാണ്. നിങ്ങൾ ഒരു അറ്റ്ലസ് റെഫർ ചെയ്യണേ, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. കിഴക്ക് ഭാഗത്ത് വരുന്നത് ചെങ്കടലാണ്, റെഡ് സീ ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രവുമാണ് ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത് വരുന്നത്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രമാണ് അതിർത്തിയായിട്ട് വരുന്നത്. തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ സമുദ്രത്തിന്റെയും ഒരു സംഗമ പ്രദേശമാണ് തെക്ക് ഭാഗത്ത്. വടക്ക് മെഡിറ്ററേനിയൻ സീ ആണ്, കിഴക്ക് ചെങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവുമാണ്, പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രമാണ്, തെക്ക് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയും ഇന്ത്യൻ സമുദ്രത്തിന്റെയും സംഗമമാണ്. അപ്പൊ ഇതാണ് ആഫ്രിക്കയുടെ സ്വാഭാവിക അതിർത്തി എന്ന് പറയുന്നത്. ഇനി ആഫ്രിക്കയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ, വലിപ്പത്തിൽ 2ാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. വലിപ്പത്തിൽ 2ാം സ്ഥാനം ആഫ്രിക്ക. വലിപ്പത്തിൽ 1ാം സ്ഥാനം ഏതായിരുന്നു? ഏഷ്യ. 2ാം സ്ഥാനം ആഫ്രിക്ക. ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ഇത്. ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട് ദക്ഷിണാർദ്ധഗോളത്തിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന, ഏതാണ്ട് തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ മൂന്നും തന്നെ കടന്നു പോകുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ഈ ഭൂഖണ്ഡത്തിന്റെ സവിശേഷതകളാണ്. ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ എന്നത്. ഉഷ്ണമേഖല മഴക്കാടുകളായി നിറഞ്ഞ കോങ്കോ നദീതടവും ഉള്ളത് ആഫ്രിക്കയിലാണ്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ലൊക്കേഷനൊക്കെ കൂടുതലായി മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു അറ്റ്ലസ് റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ സഹാറയും കോങ്കോ നദീതടവും ഒക്കെ എവിടെയാണ് എന്നുള്ളത്, ആഫ്രിക്കൻ ഭാഗത്ത് എവിടെയാണെന്നുള്ളത് ഒരു മാപ്പ് നോക്കി മാപ്പിന്റെ സഹായത്തോടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട്, അത് ഓർത്തിരിക്കാനായിട്ട് സഹായിക്കും.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള നൈൽ, ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈലാണ്. നൈൽ നദി ഒഴുകുന്നത് ഏത് ഭൂഖണ്ഡത്തിലൂടെയാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെയാണ്. ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വത നിരയാണ് കിളിമഞ്ചാരോ എന്നത്. കിളിമഞ്ചാരോ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ഏതാണ്? കിളിമഞ്ചാരോയാണ്. ആഫ്രിക്കയിലെ മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയാണ് അറിയാമോ? അറ്റ്ലസ് പർവ്വതനിരകൾ കേട്ടിട്ടുണ്ടോ? അറ്റ്ലസ് പർവ്വതനിരകൾ ഉള്ളത് ആഫ്രിക്കയിലാണ്. അതുപോലെ കെനിയ പർവ്വതനിരകൾ ഉള്ളതും ആഫ്രിക്കയിലാണ്. ഇപ്പൊ നമ്മൾ കിളിമഞ്ചാരോ പറഞ്ഞു, അറ്റ്ലസ് പർവ്വതനിരകൾ പറഞ്ഞു, കെനിയ പർവ്വതനിരകൾ പറഞ്ഞു. ഇവയെല്ലാം തന്നെ ആഫ്രിക്കയുടെ ഒരു സവിശേഷതയായിട്ട് പറയാവുന്ന പർവ്വതനിരകളാണ്. അതുപോലെ നൈൽ നദി ഒഴുകുന്നത് ആഫ്രിക്കയിലൂടെയാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ് കിളിമഞ്ചാരോ. അറ്റ്ലസ്, കെനിയ പർവ്വതനിരകൾ ഇവയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മളിത് അവിടെ മുകളിൽ പറഞ്ഞു, ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയായ സഹാറയുണ്ട്. ഉഷ്ണമേഖല മഴക്കാടുകൾ നിറഞ്ഞ കോങ്കോ നദീതടവും ആഫ്രിക്കയുടെ ഭാഗമാണ് എന്ന്. അവയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. സഹാറ മരുഭൂമി, ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ എന്നത്. ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹാറ. വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ്. ഇത്രയും വലിയ ഉഷ്ണ മരുഭൂമിയാണെങ്കിൽ പോലും അവിടെ ചില ഗോത്ര വിഭാഗക്കാർ താമസമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമിയാണ് സഹാറ എന്നത്. ഉഷ്ണമേഖല മഴക്കാടുകൾ, ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായിട്ടുള്ള വനങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഭൂമധ്യരേഖാ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധമായിട്ടുള്ള ഇടതൂർന്ന വനങ്ങളെയാണ് ഉഷ്ണമേഖല വനങ്ങൾ അല്ലെങ്കിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, ഇടതൂർന്നതുമായി തിക്കി നിറഞ്ഞിട്ടുള്ള സമൃദ്ധമായിട്ടുള്ള വനമാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നുണ്ട്. ഉയർന്ന ചൂടും ലഭിക്കും, കനത്ത മഴയും ലഭിക്കും വർഷം മുഴുവനും. സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകൾ ആയതുകൊണ്ടാണ് ഇവയെ നമ്മൾ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത്. മഴക്കാടുകൾ എന്ന പേര് ഇവയ്ക്ക് ലഭിച്ചത് അതുകൊണ്ടാണ്. വർഷം മുഴുവൻ ഇവയ്ക്ക് ഉയർന്ന ചൂടും ലഭിക്കും, മഴയും കനത്ത മഴയും ലഭിക്കും. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ മഴക്കാടുകൾ എന്ന പേരിൽ വിളിക്കുന്നത്. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയെക്കാളും കൂടുതലായി സസ്യജന്തുജാലങ്ങൾ ഇവിടെ ഈ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. ഉഷ്ണമേഖല മഴക്കാടുകൾ എന്താണ്? ഏറ്റവും സമൃദ്ധമായും ഇടതൂർന്നതുമായിട്ടുള്ള ഉഷ്ണമേഖല മഴക്കാടുകൾ. ഇവയ്ക്ക് കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. വൈവിധ്യമാർന്നിട്ടുള്ള സസ്യജന്തുജാലങ്ങൾ കാണപ്പെടുന്ന ഒരു മേഖലയാണ് മഴക്കാടുകൾ എന്ന് പറയുന്നത്. എവിടേക്കാണ് കാണപ്പെടുന്നത്? ഒന്ന്, തെക്കേ അമേരിക്കയിലെ ആമസോൺ കാടുകൾ, ആഫ്രിക്കയിലെ കോങ്കോ, തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ കാണപ്പെടുന്നത്. ഈ ഒരു ലൊക്കേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി ഇതെവിടെ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഭൂപ്രകൃതി സവിശേഷതകളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ഏതാണ്? ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്? സഹാറയാണ്. സഹാറ മരുഭൂമിയാണ് ഏറ്റവും വലിയ ഉഷ്ണ മരുഭൂമി. ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏതാണ്? ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരോ. നമ്മളിവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നില്ലേ? ഏറ്റവും ഉയരം കൂടിയ പർവ്വതം കിളിമഞ്ചാരോയാണ്. ഉഷ്ണമേഖല മഴക്കാടുകൾ, ഉഷ്ണ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടമാണ് കോങ്കോ നദീതടം. കോങ്കോ നദീതടമാണ് ഉഷ്ണ മഴക്കാടുകൾ ഉൾക്കൊള്ളുന്ന നദീതടം. വിശാലമായ പുൽമേടുകളാണ് സാവന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാവന്ന ഗ്രാസ്ലാൻഡ്, വിശാലമായ ആഫ്രിക്കൻ പുൽമേടുകളാണ് സാവന്ന.
ഇനി ആഫ്രിക്കയിലെ കാലാവസ്ഥയിലേക്കും സസ്യജന്തുജാലങ്ങളിലേക്കും പോകുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്ക പൊതുവെ ചൂടുകൂടിയ കാലാവസ്ഥയിലാണ് അനുഭവപ്പെടുന്നത്. ചൂടുകൂടിയ കാലാവസ്ഥയായിരിക്കും ആഫ്രിക്കയിൽ അനുഭവപ്പെടുന്നത്. ഏതെങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമായിട്ടാണ് കാണപ്പെടുന്നത് ഈ ഒരു ഭൂഖണ്ഡത്തില്. ഭൂമധ്യരേഖയ്ക്ക് ഇരുവശങ്ങളിലും തുല്യമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഭൂഖണ്ഡമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. പൊതുവെ ചൂടുകൂടിയ കാലാവസ്ഥയാണെങ്കിലും പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ പ്രകടമായി കാണാറുണ്ട്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. തീരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും മിതമായിട്ടുള്ള കാലാവസ്ഥ കാണാൻ സാധ്യമാണ്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള കാലാവസ്ഥയും ഉണ്ട്. പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണെങ്കിലും പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഈ ഒരു ഭാഗത്തെ കാലാവസ്ഥയിൽ കാണാവുന്നതാണ്. അതുപോലെ തീരപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴും മിതോഷ്ണ മേഖലയിലേക്ക് വരുമ്പോഴും ഭാഗങ്ങൾ മിതമായിട്ടുള്ള കാലാവസ്ഥ സൂചിപ്പിക്കുന്നവയാണ്. സസ്യജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും. ജൈവ വൈവിധ്യം സമൃദ്ധമായി കാണപ്പെടുന്ന മേഖലയാണ് സാവന്ന പുൽമേടുകളും അതുപോലെ ഉഷ്ണമേഖല മഴക്കാടുകളും. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ്. സെറൻഗെറ്റി എന്ന് പറയുന്നത് വടക്കൻ ടാൻസാനിയയിലെ ഒരു വലിയ ദേശീയോദ്യാനമാണ് കേട്ടോ. സെറൻഗെറ്റിയിലെ ജന്തുജാലങ്ങളുടെ കുടിയേറ്റം എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയായിട്ടാണ് പറയപ്പെടുന്നത്. ആഫ്രിക്കയിലെ ജന്തുജാലങ്ങളിൽ പെട്ടതാണ് ബയോബാബ് വൃക്ഷം. ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ള ബയോബാബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ എന്നിവ. ബയോബാബ് വൃക്ഷം, കറുത്ത കാണ്ടാമൃഗം, ആഫ്രിക്കൻ കാട്ടുനായ, ഈ പിക്ചറിൽ സൂചിപ്പിച്ചിരിക്കുന്നവയെല്ലാം തന്നെ ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതെവിടെ സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം എന്ന് പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്ന സമയത്ത് അവയുടെ ഭക്ഷണ ലഭ്യതയ്ക്കും അവയുടെ ഒരു താമസത്തിനുമായിട്ടുള്ള അനുകൂല കാലാവസ്ഥ അന്വേഷിച്ചുകൊണ്ടുള്ള മൃഗങ്ങളും പക്ഷികളും സഞ്ചരിക്കുന്ന ദൂരം, ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസത്തെയാണ് കാലിക കുടിയേറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെറൻഗെറ്റിയിൽ ദശലക്ഷക്കണക്കിന് സീബ്രകളും ഗസല്ലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ്. ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കുടിയേറ്റങ്ങൾ തെളിയിക്കുന്നു. സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന സമയങ്ങളിലാണ് ഇത്തരത്തിലുള്ളൊരു കുടിയേറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, സന്തുലിതാവസ്ഥ എന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമായിട്ടുള്ളവയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം, സീസണൽ മിറ്റിഗേഷൻ ഓഫ് സെറൻഗെറ്റി എന്നത് നമ്മൾ കണ്ടു. ഇനി അവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ്. സംസ്കാരങ്ങൾ, ഭാഷകൾ, ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക എന്നത്. പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. പുരാതന നാഗരികതകളിൽ ഒന്നായിട്ടുള്ള ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവായി നിലകൊള്ളുന്നവയാണ്. ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നു. അവർ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു. വൈവിധ്യമാർന്ന സംസ്കാര, ഭാഷകൾ, ചരിത്രം എന്നിവ നിറഞ്ഞ ഒരു നാടാണ് ആഫ്രിക്ക. പുരാതന നാഗരികതകളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായ ഈജിപ്ഷ്യൻ സംസ്കാരം ആഫ്രിക്കയിലാണ് ഉടലെടുത്തിട്ടുള്ളത്. ഈജിപ്തിലെ പിരമിഡുകൾ പ്രാചീന നിർമ്മാണത്തിന്റെ വൈദഗ്ധ്യം തെളിവായി കാണിച്ചു തരുന്ന ഒരു തരത്തിലുള്ള നിർമ്മിതികളാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആഫ്രിക്കയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമുക്ക് മൂന്നാമത്തെ വലിയ ഭൂഖണ്ഡമായിട്ടുള്ള വടക്കേ അമേരിക്കയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. റോക്കി മുതൽ അപ്പലേച്ചിയൻ വരെ എന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ഭൂഖണ്ഡങ്ങളിലെയും പോലെ മാപ്പ് നോക്കിയിട്ട് സ്വാഭാവിക അതിരുകൾ ഏതാണെന്ന് കണ്ടെത്തി വെക്കുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ എവിടെയാണ് ഭൂപ്രകൃതി എങ്ങനെയൊക്കെയാണ് വിതരണം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ പസഫിക്, അറ്റ്ലാന്റിക്, ആർട്ടിക്
എന്നിവയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക എന്നത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. ലോകത്തിലെ ചില വികസിത രാജ്യങ്ങളും വലിയ നഗരങ്ങളും ഉൾപ്പെടുന്ന ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ വികസന മുന്നേറ്റത്തിനു പിന്നിൽ അവിടുത്തെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്ക് വലിയ പങ്കാണ് ഉള്ളത്. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാന പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. വടക്കേ അമേരിക്കയിലാണ് ഇവയുടെ സ്ഥാനം. ഈ 2 പർവ്വതനിരകൾ തന്നിട്ട് ഇവ ഏത് ഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റാൻ പാടില്ല. വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. ഈ ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠങ്ങളായ സമതലങ്ങളാണ് മഹാസമതലങ്ങൾ. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികൾ വടക്കേ അമേരിക്കയിലുണ്ട്. പഞ്ചമഹാതടങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങളും ഇവിടെയാണ്. വടക്കേ അമേരിക്കയിലെ അരിസോണയിൽ സ്ഥിതി ചെയ്യുന്ന ബൃഹത് താഴ്വരയായ ഗ്രാൻഡ് കാനിയോൺ ഒരു പ്രകൃതിദത്ത അത്ഭുതമാണ്. അപ്പൊ മൊത്തത്തിലൂടെ വടക്കേ അമേരിക്കയുടെ ഒരു സവിശേഷതകൾ പറഞ്ഞുപോയി. പ്രധാനപ്പെട്ട 2 പർവ്വതനിരകൾ പറഞ്ഞു, റോക്കി, അപ്പലേച്ചിയൻ എന്നിവ. അതുപോലെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള സമതലങ്ങളാണ് വടക്കേ അമേരിക്കയിലുള്ളത്. മഹാസമതലങ്ങൾ എന്നറിയപ്പെടുന്നു. അതിവിശാലമായിട്ടുള്ള പുൽമേടുകളുണ്ട്. പ്രയറികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രയറികൾ എന്താണ്? നമ്മൾ ആഫ്രിക്കയിൽ പരിചയപ്പെട്ട പുൽമേടുകൾ ഓർമ്മയുണ്ടോ? പേര് സാവന്ന എന്നാണ്. സാവന്ന. വടക്കേ അമേരിക്കയിലെ അതിവിശാലമായ പുൽമേടുകളാണ് പ്രയറികൾ. പ്രധാനപ്പെട്ട 2 നദികളെ കുറിച്ച് പറഞ്ഞു, മിസോറിയും മിസിസിപ്പിയും ഉൾപ്പെടെ ധാരാളം നദികളുള്ള ഭൂഖണ്ഡമാണ് വടക്കേ അമേരിക്ക. പഞ്ചമഹാതടങ്ങൾ കാണപ്പെടുന്നത് വടക്കേ അമേരിക്കയിലാണ്. പഞ്ചമഹാതടങ്ങൾ എന്നറിയപ്പെടുന്ന 5 വലിയ ശുദ്ധജല തടാകങ്ങൾ വടക്കേ അമേരിക്കയിലുണ്ട്. വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ബൃഹത് താഴ്വരയായിട്ടുള്ള ഗ്രാൻഡ് കനിയോൺ കാണപ്പെടുന്നത്. ഗ്രാൻഡ് കനിയോൺ കാണപ്പെടുന്നത് അരിസോണയിലാണ്, വടക്കേ അമേരിക്കയിൽ. ഗ്രാൻഡ് കനിയോണിനെ കുറിച്ച് നോക്കാം. ഏകദേശം 446 കിലോമീറ്റർ നീളവും 29 കിലോമീറ്റർ വരെ വീതിയും 1500 മീറ്ററിലധികം ആഴവുമുള്ള വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ എന്നത്. ഏകദേശം 446 കിലോമീറ്റർ നീളമുണ്ട്, 29 കിലോമീറ്റർ വരെ വീതിയുണ്ട്, 1500 മീറ്ററിലധികം ആഴവുമുള്ള താഴ്വരയാണ്, വലിയ താഴ്വരയാണ് ഗ്രാൻഡ് കാനിയോൺ എന്നത്. കൊളറാഡോ നദിയുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ് ഈ ഒരു ബൃഹത് താഴ്വര എന്നത്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടമാണ് ഗ്രാൻഡ് കാനിയോൺ എന്നത്. ഏത് നദിയുടേതാണ്? കൊളറാഡോ നദിയുടെ പ്രവർത്തന ഫലമായി രൂപപ്പെട്ടതാണ് ഈ ഒരു ബൃഹത് താഴ്വര എന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വടക്കേ അമേരിക്കയിലെ അരിസോണയിലാണ് ഗ്രാൻഡ് കാനിയോൺ. ഇനി ഇവിടുത്തെ കാലാവസ്ഥ. വടക്കേ അമേരിക്കയിലെ കാലാവസ്ഥ ധ്രുവപ്രദേശത്തോട് ചേർന്നു കിടക്കുന്നതിനാൽ ഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്ത് അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. ധ്രുവപ്രദേശത്തോട് ചേർന്നു കിടക്കുന്നതിനാൽ അതിശൈത്യം അനുഭവപ്പെടുന്നു വടക്കൻ അമേരിക്കയ്ക്ക്. വടക്കു നിന്നും തെക്കോട്ട് നീങ്ങുന്തോറും താരതമ്യേന ചൂട് വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ധ്രുവപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ ഭൂഖണ്ഡത്തിന്റെ വടക്ക് ഭാഗത്ത് അതിയായ ശൈത്യം അനുഭവപ്പെടുന്നു. അത്തരത്തിൽ വടക്കു നിന്ന് തെക്കോട്ട് നീങ്ങി വരുമ്പോൾ ധ്രുവപ്രദേശത്ത് നിന്ന് അകലം ലഭിക്കുന്നത് കൊണ്ട് തന്നെ താരതമ്യേന ചൂട് കൂടിയാണ് വരുന്നത്. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് വടക്കേ അമേരിക്ക എന്നത്. വടക്കേ അമേരിക്കയിൽ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കാണാനായി സാധിക്കും. പടിഞ്ഞാറ് ഭാഗത്തുള്ള പടിഞ്ഞാറൻ ഭാഗത്ത് സെക്വയ വനങ്ങളും മഹാസമതലത്തിലെ പുൽമേടുകളും ഇതിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ്. സെക്വയ വനങ്ങൾ കാണപ്പെടുന്നത് വടക്കൻ അമേരിക്കയിലാണ്. മഹാസമതലങ്ങളിലെ പുൽമേടുകളും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ കാട്ടിത്തരുന്നവയാണ്. ഇതാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സഗ്വാരോ കള്ളിച്ചെടി, മൂസ്, കാലിഫോർണിയ പോപ്പി എന്നിവ വടക്കേ അമേരിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണമാണ്. കാലിഫോർണിയ പോപ്പി, സഗ്വാരോ കള്ളിച്ചെടി, മൂസ്. ജനജീവിതത്തിലേക്ക് വരുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകളും USA,
അതുപോലെ കാനഡയും ഉയർന്ന ജീവിത നിലവാരത്തിനും സാങ്കേതിക പുരോഗതിക്കും പേരുകേട്ടതാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങൾ വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. അനുകൂല കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പൂർണമാക്കുന്നു. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകൾ, എസ്കിമോകൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അമേരിക്കൻ ഐക്യനാടുകളായ USA, കാനഡ എന്നിവയിൽ ഉയർന്ന ജീവിത നിലവാരമുണ്ട്. അതുപോലെ സാങ്കേതിക പുരോഗതിയുമുള്ള സ്ഥലങ്ങളാണ്. ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ്, മെക്സിക്കോ സിറ്റി തുടങ്ങിയ ലോകത്തിലെ വലിയ നഗരങ്ങളുള്ളത് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്, ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. ഇവിടുത്തെ കാർഷിക മേഖലയെ സമ്പന്നമാക്കാൻ സഹായിക്കുന്ന അനുകൂല കാലാവസ്ഥയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഇവിടെ കാണപ്പെടുന്നുണ്ട്. മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇന്യൂട്ടുകളും ഇവിടെ കാണപ്പെടുന്നു. ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകളും വടക്കൻ അമേരിക്കയിൽ കാണപ്പെടുന്നുണ്ട്. വിസ്തൃതിയിൽ 4ാമതായി വരുന്ന ഭൂഖണ്ഡമാണ് തെക്കൻ അമേരിക്ക. തെക്കേ അമേരിക്ക ആമസോൺ തടത്തിൽ നിന്ന്. ആമസോൺ മഴക്കാടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് ആമസോൺ മഴക്കാടുകളെ വിശേഷിപ്പിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശം. ലോകത്ത് മറ്റെവിടെയും ഇല്ലാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ആമസോൺ മഴക്കാടുകൾ ഉള്ളത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്, തെക്കേ അമേരിക്കയിലാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ലോകത്ത് മറ്റെവിടെയും കാണപ്പെടാത്ത അനേകം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായിട്ടുള്ള ആമസോൺ മഴക്കാടുകൾ തെക്കേ അമേരിക്കയിലാണ് ഉള്ളത്. ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായ ആൻഡീസും ഏറ്റവും വലിയ നദിയായ ആമസോണും സ്ഥിതി ചെയ്യുന്നതും ഈ ഒരു ഭൂഖണ്ഡത്തിൽ തന്നെയാണ്. ഏറ്റവും നീളമേറിയ പർവ്വതനിരയായിട്ടുള്ള ആൻഡീസ്, അതുപോലെ ഏറ്റവും വലിയ നദിയായ ആമസോണും കാണപ്പെടുന്നുണ്ട്. മഴക്കാടുകൾ, ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകളും കാണപ്പെടുന്നത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെയാണ്. അതിവിശാലമായ ഭൂപ്രദേശമായ ആമസോൺ നദീതടത്തിന്റെ ഭൂരിഭാഗവും മഴക്കാടുകളാണ്. ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ തെക്കേ അമേരിക്കയുടെ മറ്റൊരു ഭൂപ്രകൃതി സവിശേഷതയാണ്. അപ്പൊ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത്? ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ കാണപ്പെടുന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ പർവ്വതനിരയായിട്ടുള്ള ആൻഡീസ് കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നദി ആമസോൺ, ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയായ അറ്റക്കാമ മരുഭൂമിയും കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ്. ഭൂമധ്യരേഖ പ്രദേശമായതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗങ്ങളിൽ കൂടിയ ചൂടും സമൃദ്ധമായിട്ടുള്ള മഴയും ലഭിക്കുന്നുണ്ട്. കാലാവസ്ഥ ഭൂമധ്യരേഖ പ്രദേശമായതുകൊണ്ട് തന്നെ തെക്കേ അമേരിക്കയുടെ വടക്ക് ഭാഗത്തേക്ക് കൂടിയ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ സമൃദ്ധമായ മഴയും ലഭിക്കുന്നുണ്ട്. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. തെക്കേ അമേരിക്കയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് ശൈത്യ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. വടക്ക് ഭാഗത്ത് കൂടിയ ചൂടും സമൃദ്ധമായ മഴയും ലഭിക്കുന്നു. ഇത്തരത്തിലാണ് കാലാവസ്ഥ വൈവിധ്യപ്പെട്ട് കിടക്കുന്നത് ഈ ഒരു ഭൂഖണ്ഡത്തിൽ. സസ്യജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ ചില സസ്യജന്തു ഇനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡിയൻ ലൂപ്പിൻ, ആമസോൺ വാട്ടർ ലില്ലി, ലാമ, കാപ്പിബാര എന്നിവ വ്യത്യസ്ത ഇനം സസ്യജന്തുജാലങ്ങൾക്ക് ഉദാഹരണമാണിവ. ആമസോൺ മഴക്കാടുകൾ ഉൾപ്പെടുന്ന തെക്കേ അമേരിക്ക വൈവിധ്യമാർന്ന ജൈവ വൈവിധ്യത്തിന് സമൃദ്ധമാണ്. ആമസോൺ വാട്ടർ ലില്ലി, അനാക്കോണ്ട മുതലായവയ്ക്ക് പ്രസിദ്ധമാണ് തെക്കേ അമേരിക്ക. ആമസോൺ വാട്ടർ ലില്ലി അതുപോലെ അനാക്കോണ്ട എന്നിവയ്ക്കൊക്കെ പ്രസിദ്ധമാണ് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ ആൻഡിയൻ ലൂപ്പിൻ എന്ന പുഷ്പച്ചെടി ആൻഡീസ് പർവ്വതനിരകളിലും ലാമ പോലെയുള്ള സസ്തിനികളുടെയും ആവാസ കേന്ദ്രമാണ്. ലാമ എന്ന പേരിലുള്ള സസ്തിനികളുടെയും ആവാസ കേന്ദ്രമാണ് ആൻഡീസ് പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് തെക്കേ അമേരിക്കയിലെ പാൻഡനൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശങ്ങളിൽ ഒന്നാണ് പാൻഡനൽ എന്നത്. അത് തെക്കേ അമേരിക്കയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉഷ്ണമേഖല തണ്ണീർത്തട പ്രദേശമാണ് ഇത് പാൻഡനൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അതുപോലെ സസ്തിനി വിഭാഗത്തിൽപ്പെട്ട കാപ്പിബാര ഈ മേഖലയിൽ കാണപ്പെടുന്നു. ഇതാണ് കാപ്പിബാര, നമ്മൾ കണ്ടല്ലോ. കാപ്പിബാരയും തെക്കേ അമേരിക്കയിൽ കാണപ്പെടുന്നവയാണ്. ഇനി ഇവിടുത്തെ ജനജീവിതത്തിലേക്ക് വരുമ്പോൾ തെക്കേ അമേരിക്കയിലെ ജനങ്ങളിൽ അധികവും കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. കൃഷി, മത്സ്യബന്ധനം, വ്യവസായം എന്നിവയിൽ ഏർപ്പെടുന്നവരാണ്. തദ്ദേശീയർ, യൂറോപ്യർ, ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ എന്നിവരുടെ സാന്നിധ്യത്താൽ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമാണ് ഈ ഭൂഖണ്ഡം. തദ്ദേശീയരുണ്ട്, യൂറോപ്യരുണ്ട്, ആഫ്രിക്കക്കാരുണ്ട്, ഏഷ്യക്കാരുണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യം ഈ ഒരു ഭൂഖണ്ഡത്തിൽ കാണപ്പെടാം. അതുകൊണ്ട് തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങൾക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക എന്ന് പറയുന്നത്. അടുത്ത ഭൂഖണ്ഡമാണ് ഇനി പഠിക്കുന്നത്. വെളുത്ത ഭൂഖണ്ഡം തേടി. ഏതാണ് വെളുത്ത ഭൂഖണ്ഡം? അന്റാർട്ടിക്കയാണ് കേട്ടോ. അന്റാർട്ടിക്കയാണ്. ഇവിടെ ചിത്രം നോക്കി നമുക്ക് കാണാം. മൈത്രി, ഭാരതി, പേര് കേട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. എന്താണ് ഇവയൊക്കെ? ഇവയൊക്കെ വിവിധ പഠന ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഇവ അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്റാർട്ടിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ വിവിധ പഠനങ്ങൾക്ക് ആവശ്യമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള 2 ഗവേഷണ കേന്ദ്രങ്ങളാണ് മൈത്രിയും ഭാരതിയും. ഈ വൻകരയുടെ 98%, അന്റാർട്ടിക്കയുടെ 98% അന്റാർട്ടിക് ഹിമപാളിയാണ്. അന്റാർട്ടിക് ഹിമപാളിയാണ് 98% ഉള്ളത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഈ ഹിമപാളിയിലാണ് അടങ്ങിയിരിക്കുന്നത്. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് അന്റാർട്ടിക്കയിലെ ഈ ഹിമപാളിയിലാണ്. മാപ്പിൽ നിന്നും അതുപോലെ ഗ്ലോബിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അതുകൂടാതെ പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂഖണ്ഡം കൂടിയാണ് അന്റാർട്ടിക്ക. പൂർണ്ണമായും ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയുടെ സവിശേഷതകളിലേക്ക് വരുമ്പോൾ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും വിഭജിക്കുന്നത്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളാണ് ഭൂഖണ്ഡത്തെ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും 2ആയിട്ട് വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ് എന്നത്. അന്റാർട്ടിക് ഉപദ്വീപ്. ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകളുടെ സാന്നിധ്യമാണ് അന്റാർട്ടിക്കയെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും 2ആയിട്ട് വിഭജിക്കുന്നത്. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊന്നാണ് അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം വിൻസൺ മാസിഫ് ആണ്. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ് എന്നത്. മാസിഫ്. ഈ ഭൂഖണ്ഡത്തിൽ നിരവധി അഗ്നിപർവ്വതങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ട്രാൻസ് അന്റാർട്ടിക് പർവ്വതനിരകൾ കാണപ്പെടുന്നത് അന്റാർട്ടിക്കയിലാണ്. ഇവ കിഴക്കൻ അന്റാർട്ടിക്ക എന്നും പടിഞ്ഞാറൻ അന്റാർട്ടിക്ക എന്നും അന്റാർട്ടിക്കയെ 2ആയി ഭാഗിക്കുന്നു. തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക് ഉപദ്വീപ് എന്നത്. അന്റാർട്ടിക് ഉപദ്വീപ്. അന്റാർട്ടിക്കയിലെ മറ്റൊരു വലിയ പർവ്വതമാണ്, ഏറ്റവും വലിയ പർവ്വതം, അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതമാണ് വിൻസൺ മാസിഫ്. വിൻസൺ മാസിഫ്. അതുകൂടാതെ മറ്റനേകം അഗ്നിപർവ്വതങ്ങളും അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഭൂപ്രകൃതി വിഭാഗത്തിൽ വർഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് ഉള്ളത്. ഈ ഒരു ഭൂഖണ്ഡം എന്ന് പറയുന്നത് വർഷം മുഴുവനും മഞ്ഞു മൂടിക്കിടക്കുന്ന ശീത മരുഭൂമിയാണ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അന്റാർട്ടിക്കയുടെ സ്ഥാനം അതിന്റെ കാലാവസ്ഥയെ സവിശേഷമാക്കുന്നു. സസ്യജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽ വർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. അവിടെ സസ്യങ്ങളുടെ ഒരു വളർച്ച കാണാനായി സാധിക്കില്ല. ഈ ഭൂഖണ്ഡത്തിന്റെ പല തീരപ്രദേശങ്ങളും പെൻഗിനുകളുടെയും സീലുകളുടെയും ആവാസ കേന്ദ്രങ്ങളാണ്. ഇതാണ് സീലുകൾ, പെൻഗിനുകൾ. അതുപോലെ അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഈ പറഞ്ഞ ഹിമപാളികൾക്കിടയിൽ കാണപ്പെടുന്ന പായലുകൾ എന്ന് പറഞ്ഞത്. ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന പായലുകൾ അല്ലാതെ മറ്റു സസ്യങ്ങളൊന്നുമില്ല. ബാക്കി ഭാഗം മുഴുവനും തരിശാണ്. അതുകൂടാതെ ഈ ഒരു പ്രദേശത്ത് തീരപ്രദേശങ്ങളിലായിട്ട് പെൻഗിനുകളും സീലുകളുമാണ് ധാരാളമായി കാണപ്പെടുന്നത്. പായലുകൾ, പെൻഗിനുകൾ, സീലുകൾ. ജനജീവിതത്തിലേക്ക് വരുമ്പോൾ മനുഷ്യവാസം തീരെ ഇല്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. പാരിസ്ഥിതിക സവിശേഷതകളെ കുറിച്ച് ഗവേഷണം നടത്തുന്നവരും സാഹസിക യാത്രികരും മാത്രമാണ് അന്റാർട്ടിക്കയിൽ എത്തുന്നത്. മനുഷ്യവാസം തീരെയില്ല.
പാരിസ്ഥിതിക സവിശേഷതകളെ കുറിച്ച് പഠിക്കാൻ എത്തുന്നവരും സാഹസിക യാത്രക്കാരും മാത്രമാണ് അന്റാർട്ടിക്കയിലെ ജനങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഭൂഖണ്ഡം ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? യൂറോപ്പാണ് കേട്ടോ. യൂറോപ്പാണ്. പൗരാണിക സാഹസിക നാവികരുടെ നാട്ടിലേക്ക്. സാഹസികരായ നാവികരുടെ ചരിത്ര പ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. സാഹസികരായ നാവികരുടെ ചരിത്ര പ്രസിദ്ധങ്ങളായ യാത്രകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്ര നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്, നമുക്കറിയാവുന്നതാണ്. സമുദ്രമാർഗം അദ്ദേഹം ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രകൾ ചരിത്ര പ്രാധാന്യമുള്ളവയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച വരയ്ക്കാം വായിക്കാം എന്നൊരു ചാപ്റ്റർ ഓർമ്മയുണ്ടോ? ആ ചാപ്റ്ററിൽ നമ്മൾ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനമൊക്കെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പൊ ആ ഒരു ചാപ്റ്റർ റെഫർ ചെയ്യുക കേട്ടോ. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ മുതലായ നിരവധി പർവ്വതനിരകൾ യൂറോപ്പിലുണ്ട്. ലോകത്തിലെ നീളമേറിയ നദികളിൽ ചിലതായ ഡാന്യൂബ്, വോൾഗ, റെയിൻ മുതലായവ ഒഴുകുന്നത് ഈ ഭൂഖണ്ഡത്തിലൂടെയാണ്. യൂറോപ്പിൽ കാണപ്പെടുന്ന സവിശേഷതയെ കുറിച്ചാണ് പറയുന്നത്. ആൽപ്സ് പർവ്വതനിര കാണപ്പെടുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് കാണപ്പെടുന്നു, കാർപാത്തിയൻ തുടങ്ങിയ പർവ്വതനിരകൾ ഈ ഒരു ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നു. ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ തുടങ്ങിയ പർവ്വതനിരകൾ കാണപ്പെടുന്നത് യൂറോപ്പിലാണ്. അതുകൂടാതെ ലോകത്തിലെ തന്നെ നീളമേറിയ നദികളിൽ ചിലതാണ് ഡാന്യൂബ് നദി, വോൾഗ നദി, റെയിൻ നദി. ഇവ കാണപ്പെടുന്നതും ഏത് ഭൂഖണ്ഡത്തിലാണ്? യൂറോപ്പിലാണ്. യൂറോപ്പിലൂടെ ഒഴുകുന്ന നദികളാണ് ഡാന്യൂബ്, വോൾഗ, റെയിൻ എന്നിവ. ഇവ ലോകത്തിലെ തന്നെ നീളമേറിയ നദികളിൽ ചിലതാണ്. ഫലഭൂയിഷ്ഠമായ സമതലങ്ങളും പുൽമേടുകളും യൂറോപ്പിൽ കാണപ്പെടുന്നുണ്ട്. ഫലഭൂയിഷ്ഠമായ സമതലങ്ങൾ കാണപ്പെടുന്നു, പുൽമേടുകളും കാണപ്പെടുന്നു. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ ഭൂഖണ്ഡങ്ങളിലെയും പുൽമേടുകൾക്ക് നമ്മൾ പേര് പഠിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം, മാറിപ്പോകരുത് കേട്ടോ. കിഴക്കൻ യൂറോപ്പിലെ അതിവിശാലമായ പുൽമേടുകൾ സ്റ്റെപ്പി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങൾ ഫിജോർഡുകൾ അഥവാ ഫിയോഡുകൾ എന്നറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. യൂറോപ്പിന്റെ വടക്കൻ തീരങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഫിജോഡുകൾ അഥവാ ഫിയോഡുകൾ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഉള്ളത്. കിഴക്കൻ യൂറോപ്പിൽ പുൽമേടുകളാണ് അറിയപ്പെടുന്നത് സ്റ്റെപ്പി എന്ന പേരിലാണ്. എവിടെ കാണപ്പെടുന്ന പർവ്വതനിരകൾ? ആൽപ്സ്, ബ്ലാക്ക് ഫോറസ്റ്റ്, കാർപാത്തിയൻ എന്നിവയാണ്. നദികൾ ഡാന്യൂബ്, വോൾഗ, റെയിൻ എന്നിവയാണ്. ഓക്കെ, അത് കൂടാതെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള സമതലങ്ങളും പുൽമേടുകളും കാണപ്പെടുന്നുണ്ട്. പുൽമേടിന്റെ പേര് സ്റ്റെപ്പി എന്നാണ്. യൂറോപ്പിന്റെ വടക്കൻ തീരത്തെ ചില ഭാഗങ്ങളിൽ അറിയപ്പെടുന്ന സവിശേഷ ഭൂപ്രകൃതിയാണ് ഫിജോഡുകൾ അഥവാ ഫിയോഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതെന്താണെന്നാണ് ഇനി പറയുന്നത്. ഇതാ ഇവിടെ നോക്കിക്കേ, നോർവേയിലെ ഫിയോഡ് തീരങ്ങളാണ് ഇത്. സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താൽ രൂപം കൊള്ളുന്നതും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചെരുവുകൾക്കിടയിലുള്ളതോ ആയ ഇടുങ്ങിയ കടൽ തീരങ്ങളാണ് ഫിയോഡുകൾ. സാധാരണയായി ഹിമാനികളുടെ പ്രവർത്തനത്താലാണ് രൂപം കൊള്ളുന്നത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടതോ കുത്തനെയുള്ള ചരിവുകൾക്കിടയിലുള്ളതോ ആയിട്ടുള്ള ഇടുങ്ങിയ കടൽ തീരങ്ങളെയാണ് ഈ ഒരു പേരിൽ ഫിജോഡുകൾ അഥവാ ഫിയോഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? അതെ, ഓക്കെ. ഇനി അവിടുത്തെ കാലാവസ്ഥ, യൂറോപ്പിന്റെ കാലാവസ്ഥ എങ്ങനെയാണ്? യൂറോപ്പിൽ പൊതുവെ മിതമായ ചൂടും തണുപ്പുമുള്ള കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. യൂറോപ്പിൽ പൊതുവായി മിതമായിട്ടുള്ള കാലാവസ്ഥയാണ്, മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നത്. ഈ വൻകരയുടെ വടക്കു ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധാരണമാണ്. ഈ ഒരു യൂറോപ്യൻ വൻകരയുടെ വടക്കു ഭാഗങ്ങളിൽ ശൈത്യകാലത്ത് മഞ്ഞുവീഴ്ച സാധ്യമായി കാണാവുന്നതാണ്. സസ്യജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ കോർക്ക് ഓക്ക് മരങ്ങൾ, ആൽപൈൻ സ്റ്റെപ്പി പുൽമേട്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് കേട്ടോ. കിഴക്കൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പുൽമേടുകൾ സ്റ്റെപ്പി പുൽമേടുകളാണ്. ലിങ്സ് എന്ന മൃഗത്തിന്റെ ഒരു വിഭാഗവും നമുക്കിവിടെ കാണാനായി സാധിക്കും. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. യൂറോപ്പിലെ ആൽപൈൻ പ്രദേശം പുൽമേടുകൾക്കും മെഡിറ്ററേനിയൻ മേഖല മുന്തിരിത്തോട്ടങ്ങൾക്കും പ്രസിദ്ധമാണ്. യൂറോപ്പിലെ സവിശേഷത ഇപ്രകാരമാണ്. ജനജീവിതത്തിലേക്ക് വരുമ്പോൾ യൂറോപ്യർ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരാണ്. സമ്പന്നമായ കലാ സാംസ്കാരിക പൈതൃകമുള്ള ഭൂഖണ്ഡം കൂടിയാണ് യൂറോപ്പ്.
ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസ്, റോം എന്നിവ യൂറോപ്പിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളായ ഏതൻസ്, റോം എന്നിവ കാണപ്പെടുന്നത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങൾ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളാണ്. അപ്പൊ പൊതുവെ ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നുണ്ട്. അതുകൂടാതെ സമ്പന്നമായിട്ടുള്ള കലാ സാംസ്കാരിക പൈതൃകവും നിലനിർത്തുന്ന ഒരു ഭൂഖണ്ഡമാണ് യൂറോപ്പ്. ഏതൻസ്, റോം പോലെയുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങൾ കാണപ്പെടുന്നത് യൂറോപ്പിലാണ്. പാരീസ്, ലണ്ടൻ, ബെർലിൻ തുടങ്ങിയ നഗരങ്ങളുള്ളതും യൂറോപ്പിലാണ്. ഇവ കല, ഫാഷൻ, സാങ്കേതിക വിദ്യ എന്നിവയുടെ കേന്ദ്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഭൂഖണ്ഡങ്ങളെ എല്ലാം ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഇത് അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. ഏറ്റവും ചെറിയ ഭൂഖണ്ഡമായിട്ടുള്ള ഓസ്ട്രേലിയയെ കുറിച്ചാണ് ഇനി പഠിക്കുന്നത്. സഞ്ചി മൃഗങ്ങളുടെ നാട്ടിലേക്ക് കങ്കാരുവിനെ കാണാവുന്നതാണ്. സവിശേഷതകൾ ധാരാളമുള്ള മൃഗങ്ങളാണ് കങ്കാരുക്കൾ. കങ്കാരുക്കൾ കാണപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. പൂർണ്ണമായും ദക്ഷിണാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ഇനി പഠിക്കുന്നത്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഓസ്ട്രേലിയ ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം. ഇത് ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ്. ഓസ്ട്രേലിയയിലെ പ്രധാന പർവ്വത നിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്നത്. ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് വിക്ടോറിയ ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. ഗ്രേറ്റ് വിക്ടോറിയ എന്നത് ഇവിടുത്തെ പ്രധാന മരുഭൂമികളിൽ ഒന്നാണ്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രേറ്റ് ബാരിയർ റീഫ് പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമാണ്. മുറൈ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരയാണ് ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. പ്രധാനപ്പെട്ട മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റുകളാണ് ഗ്രേറ്റ് ബാരിയർ റീഫ്. എല്ലാം ഗ്രേറ്റ് വെച്ചാണ് തുടങ്ങുന്നത്. ഗ്രേറ്റ് ആണ്. ഗ്രേറ്റ് ബാരിയർ റീഫ്. മുറേ ഡാർലിംഗ് നദീതടം ഭൂഖണ്ഡത്തിലെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ്. മുറേ ഡാർലിംഗ് നദീതടം ഉള്ളതും ഓസ്ട്രേലിയയിലാണ്. ഇത് ഓസ്ട്രേലിയയുടെ ഫലഭൂയിഷ്ഠമായ കാർഷിക മേഖലയാണ് മുറേ ഡാർലിംഗ് നദീതടം. ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ഭൂഖണ്ഡത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ചയുടെ തീവ്രത കൂടിയാണ് വരുന്നത്. ഓസ്ട്രേലിയ പൊതുവെ ഭൂരിഭാഗം പ്രദേശത്തും വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുമ്പോൾ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും വരൾച്ച കൂടി വരുന്നു. വരൾച്ചയുടെ തീവ്രത വർദ്ധിച്ചാണ് വരുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ ചില സസ്യജന്തുജാലങ്ങളെ കുറിച്ചാണ്. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പ്രധാന ജന്തു വിഭാഗമാണ് മാർസൂപ്പിയലുകൾ. ഉദരസഞ്ചികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന കങ്കാരു, കോആല എന്നിവ മാർസൂപ്പിയലുകൾക്ക് ഉദാഹരണമാണ്. കങ്കാരു, കോആല എന്നിവ മാർസൂപ്പിയലുകൾക്ക് ഉദാഹരണമാണ്. ഇതാണ് കോആല എന്ന ഇനം മൃഗം. ഇവ കൂടാതെ മുട്ടയിടുന്ന സസ്തനികളായ പ്ലാറ്റിപ്പസും എക്കിഡിനെയും ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മറ്റു ജീവികളാണ്. ഇതുകൂടാതെ മുട്ടയിടുന്ന സസ്തനികളായിട്ടുള്ള പ്ലാറ്റിപ്പസ്, ഇതാണ് പ്ലാറ്റിപ്പസ്, എക്കിഡിനെ എന്നിവയും ഓസ്ട്രേലിയയുടെ ജന്തുജാലങ്ങളിൽ സവിശേഷപ്പെട്ട ഇനങ്ങളാണ്. ഇവിടുത്തെ സസ്യജാലങ്ങളിൽ യൂക്കാലിപ്റ്റസ് മരങ്ങളും വറ്റിൽ എന്നറിയപ്പെടുന്ന അക്കേഷ്യയും ഉൾപ്പെടുന്നുണ്ട്. യൂക്കാലിപ്റ്റസ് മരങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വറ്റിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന അക്കേഷ്യയും ഇവിടുത്തെ സസ്യജാലങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട സ്ഥാനം സസ്യജന്തുജാലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പരിണമിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത്തരത്തിലുള്ളവയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ട വ്യത്യസ്ത ഇനത്തിലുള്ള സസ്യജന്തുജാലങ്ങൾ. മാർസൂപ്പിയലുകളും മുട്ടയിടുന്ന സസ്തനികളും ഒക്കെ ഇതിന് ഉദാഹരണമായി നമുക്ക് പറയാവുന്നതാണ്. ഇവയൊക്കെയാണ് പ്ലാറ്റിപ്പസ്, എക്കിഡിന, കോആല, യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ എന്നിവയാണ് കങ്കാരുവിനെ കൂടാതെയുള്ള ഇവിടുത്തെ സസ്യജന്തുജാലങ്ങളിലെ വൈവിധ്യ ഇനങ്ങൾ. ഇനി ജനജീവിതത്തിലേക്ക് വരുമ്പോൾ ആധുനിക നഗരങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും നാടാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ആധുനിക നഗരങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പുരാതന സംസ്കാരങ്ങളുടെയും ഒരു ഇഴുകിച്ചേർന്ന ഭാഗമാണ് ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡം. ഇവിടുത്തെ തദ്ദേശീയരായ ഗോത്ര വിഭാഗക്കാർ വളരെ പഴക്കമുള്ള സംസ്കാരത്തിനുടമകളാണ്. ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗക്കാർ വളരെയധികം പഴക്കമുള്ള സംസ്കാരത്തിന് ഉടമകളാണ്.
സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമാണ്. സിഡ്നി, മെൽബൺ, ബ്രിസ്ബെയിൻ തുടങ്ങിയ നഗരങ്ങൾ ഉയർന്ന ജീവിത നിലവാരത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പ്രസിദ്ധമായിട്ടുള്ള ഇടമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചത് വെച്ച് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതി, മരുഭൂമി ഏതാണ്? മരുഭൂമി ഗ്രേറ്റ് വിക്ടോറിയ ആണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ എന്ന് നമ്മൾ പഠിച്ചു. പവിഴപ്പുറ്റുകളാൽ നിർമ്മിതമായ പ്രദേശം ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് ആണ്. ഫലഭൂയിഷ്ഠമായ നദീതടം ഏതാണ്? മുറേ ഡാർലിംഗ് നദീതടമാണ്. മുറേ ഡാർലിംഗ് നദീതടമാണ് ഫലഭൂയിഷ്ഠമായ നദീതടം. പർവ്വതനിര ഏതാണ് നമ്മൾ പറഞ്ഞത്? ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട പർവ്വതനിര നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് വെച്ചാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് എന്നതാണ് പ്രധാനപ്പെട്ട പർവ്വതനിര. ഇതെല്ലാവർക്കും കിട്ടിയല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭൂഖണ്ഡങ്ങൾ എന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. വളരെ ലളിതമായിട്ടുള്ള വിശേഷങ്ങളാണ് ഓരോ ഭൂഖണ്ഡങ്ങളെയും കുറിച്ച് പഠിക്കാനുണ്ടായിരുന്നത്. അവയാണ് ലളിതമായിട്ടുള്ള ഒരു ഭാഷയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടാബുലർ ഫോമായിട്ട് ഇവയെ മാറ്റാം. ഭൂഖണ്ഡങ്ങൾ, സവിശേഷത, വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിട്ടുള്ള ഭൂഖണ്ഡങ്ങളുടെ, അതായത് ഭൂഖണ്ഡങ്ങൾ ഒരു ലിസ്റ്റ് ആയിട്ട് വെക്കുക. ഇപ്പോൾ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഭൂഖണ്ഡങ്ങൾ പറയാം, കോണ്ടിനെന്റ്സ് പറയാം. അതിനുശേഷം നമുക്ക് ഇവിടെ സവിശേഷത പറയാം, സവിശേഷത ഇവിടെ ഉൾപ്പെടുത്താം. അതിനുശേഷം കാലാവസ്ഥ പറയാം. നമുക്കിവിടെ തന്നിട്ടുള്ള അതേ ഹെഡിങ് തന്നെ ഉപയോഗിക്കാം. കാലാവസ്ഥ, സസ്യജന്തുജാലങ്ങൾ പറയാം, ജനജീവിതം പറയാം. ഇങ്ങനെ നമ്മൾ ടാബുലർ ഫോമായി മാറ്റുകയാണെങ്കിൽ ഇവ സൈസിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏത്, അങ്ങനെ തുടർച്ചയായി നമുക്ക് ഭൂഖണ്ഡങ്ങൾ എഴുതി അവയുടെ ഡീറ്റെയിൽസ് ഒരു ടാബുലർ ഫോമായി വെക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് തന്നെ പഠിച്ചു കഴിയും. റിവൈസ് ചെയ്യാനും എളുപ്പമാണ്. നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോലെയും നമുക്ക് ഓരോന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ. ഇത് ഏഷ്യയെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏറ്റവും വലിയ ഭൂഖണ്ഡം, ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം, ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഭൂഖണ്ഡം, ഇത്തരത്തിലാണ്. വേണമെങ്കിൽ ഓരോ ഭൂഖണ്ഡത്തെയും കുറിച്ചും ഇതുപോലെ ഒരു തിരിച്ചറിയൽ കാർഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുകയാണെങ്കിൽ അങ്ങനെയും പഠിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ടാബുലർ ഫോമായും പഠിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. എങ്ങനെയാണോ പഠിക്കാൻ എളുപ്പമായിട്ടുള്ളത് അതുപോലെ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.